കുറേ കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട്. കുറേ നാളത്തെ കാര്യങ്ങളാ. ഇന്ന് മീര എന്നോട് കുറേ സംസാരിച്ചു. അവൾ ഓരോന്ന് പറയുമ്പോ എന്തോ ഞാനും കുറെ എന്നെക്കുറിച്ച് ചിന്തിച്ചു. എന്റെ പൊന്നി ഈശോയെ, നിന്റെ സ്നേഹത്തെക്കുറിച്ചാ. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. ആരാ? എന്റെ പേര് ജോൺ വിൽഫ്രഡ്. എറണാകുളത്ത് നിന്ന് വരിക. സിസ്റ്റർ മാർഗരറ്റ് ഇവിടെ ഉണ്ടല്ലോ. ഒന്ന് കാണായിരുന്നു. അതിനെന്താ, ഇപ്പൊ വിളിക്കാം. ഇരിക്കൂ. ഈശോവേ, മെല്ലെ മെല്ലെ. മനസ്സിലായില്ലല്ലോ. മോൻ ആരാ? ഓർക്കണില്ലേ എന്നാ? സിസ്റ്റർ ഡിക്കിയിലായിരുന്നപ്പോ കടം മൂത്ത് വിഷം കഴിച്ചു മരിച്ച ഔറാന്റെ കുടുംബമില്ലേ? കുടുംബത്തിലെ 5 പേരിൽ ചാവാതെ രക്ഷപ്പെട്ട ജോണിക്കുട്ടി. എന്റെ മോനെ, എന്റെ ജോണിക്കുട്ടി. അമേരിക്ക എടുത്തോണ്ട് പോയില്ലേ അന്നെ, ആർക്കും കൊടുക്കാതെ. എവിടേക്കോ തന്നെ പഠിപ്പിച്ചില്ലേ? ബുദ്ധിയും ബോധം ഉറയ്ക്കുന്നതിന് മുമ്പ് ഏറ്റവും നല്ല സ്കൂളിലേക്ക് മാസാമാസം പൈസ അയച്ച് അഡ്രസ് പോലും തരാതെ പറയാതെ എന്തിനാ എന്നെ കളിപ്പിച്ച? നിർത്തടാ നീ കുറുമ്പൻ ജോണിക്കുട്ടി. എന്തൊരു കുറുമ്പായിരുന്നറിയോ ഇവന് ചെറുപ്പത്തില്. കൂട്ടുകാരെ തല്ലും പിച്ചും മാന്തും. എവിടെയാടാ തെമ്മാടിയ നീ ഇപ്പോ? സ്റ്റേറ്റ്സിലാ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഭാര്യ നീതു. അവിടെ വെച്ച് പരിചയപ്പെട്ടതാ. അമ്മേനെ കണ്ടുപിടിക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. സാധാരണ എല്ലാരും വലുതാവുമ്പോ എല്ലാം മറക്കും. കളിക്കൂട്ടുകാരെ, വീട്ടുചോറിന്, ദൈവത്തെ, ഭൂമിയെ, എല്ലാം. എന്നാലും നീ ഓർത്തല്ലോ മോനെ. ഓർക്കാൻ മാത്രമുള്ളതല്ലേ അമ്മ ഈ നെഞ്ചിൽ കുറിച്ചിട്ട് തന്നത്. ഞാൻ എപ്പോഴും എൻ്റെ ഭാര്യയോടും എൻ്റെ കൂട്ടുകാരോടൊക്കെ പറയാറുണ്ട്. അമ്മ പറഞ്ഞു തരാറില്ല ആ പണ്ടത്തെ കഥകളും കൊച്ചു കൊച്ചു അനുഭവങ്ങളും. ഞാൻ അമ്മയ്ക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല. എന്താ തരേണ്ടതെന്ന് എനിക്കറിയില്ല. എത്രാന്ന് വെച്ചാൽ എഴുതിയെടുത്തോളൂ. ഇതിനാവശ്യമുള്ളവരെ മോൻ കാണും. അന്ന് അവർക്ക് ഇത് കൊടുക്കണം. എനിക്കിപ്പോ എന്തിനാ? വാങ്ങ മോനെ. എനിക്ക് മോൻ്റെ ഒരു ഫോട്ടോ വേണം. എൻ്റെ മക്കളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാലോ, പ്രാർത്ഥിക്കാലോ. ഇതാമേ. കേമായിട്ടുണ്ട്. അവനെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. ഈശോയെ, ആ പെട്ടി ഒന്നും ഇങ്ങോട്ട് എടുത്തേ സിസ്റ്ററെ. അതൊന്ന് തുറക്ക്. ഇതൊക്കെ ഉള്ളിൽ വെച്ചേരെ.
മരുന്ന് എവിടെ കൊച്ചേ? സ്വപ്നം കണ്ടിരിക്കുക. പണ്ടൊക്കെ എല്ലാവരുടെയും ഉണ്ടാവും ഇങ്ങനൊരു പെട്ടി. ഇരിക്കി. ട്രങ്ക് പെട്ടി എന്നാ പറയാ. ഓ, വെനക്കതിന് പഴയതൊന്നും കേൾക്കണ്ടല്ലോ. ഓ, ഞാനൊന്നും പറയുന്നില്ല. അമ്മ പറ അമ്മേ, ഞാൻ ഈ കഥകളൊക്കെ ഒന്ന് കേക്കട്ടെ. ചെവി ഉണ്ടായിട്ടും കേൾക്കാതിരിക്കുന്നത് ഭദ്രതയിലും മോശല്ലേ? കുഴപ്പമില്ല മോളെ, ഞാൻ പണ്ടേ ഒരു വർത്തമാനക്കാരിയാ. ഇടയ്ക്ക് സ്കൂളിൽ ഞങ്ങൾ കന്യാസ്ത്രീമാരൊക്കെ കൂടി ധ്യാനം നടത്തും. പിള്ളേരൊക്കെ ഉറങ്ങി ഉറങ്ങി മടുക്കൂ. പിന്നെയാണാ നെയ്യ്. അകത്തേക്ക് വന്നോട്ടെ. വരൂ. എന്താ സിസ്റ്ററെ? ഒന്നുമില്ല, ചുമ്മാ വന്നതാ. ഇതുവരെ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയില്ല. മാഡം വരയ്ക്കൂ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. ഒരു പണിയില്ലെങ്കിൽ ഒന്നുകിൽ വരയ്ക്കും, അല്ലെങ്കിൽ പരദൂഷണം പറയും. ഈ ഡ്രസ്സ് വളരെ നന്നായിട്ടുണ്ട്. നല്ല കളറാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാ നീല. +2 പഠിക്കുമ്പോഴാ ഞാൻ മടത്തി ചേർന്നത്. അന്ന് കോളേജില് ഏറ്റവും അടിപൊളി ഡ്രസ്സ് ധരിച്ചാ ഞാൻ പോവാറ്. എനിക്കൊരു നീല ചുരിദാറുണ്ടായിരുന്നേ. ശംഖുപുഷ്പത്തിന്റെ നിറായിരുന്നു. എന്തു ഭംഗിയായിരുന്നോ. എല്ലാ നിറങ്ങളും ചേർന്ന കിട്ടണ നിറം എന്താണെന്ന് അറിയോ സിസ്റ്റർക്ക്? വെള്ളയാ. എല്ലാ നിറങ്ങളുടെയും രാജ്ഞി അവൾ. വെള്ളപ്പൂക്കൾ രാത്രിയിലാ വിടരാ. ഇതാ കർത്താവിന്റെ ദാസി. തന്നെ കിടന്നു. ഡോക്ടർ പുതിയ മെഡിസിൻ എഴുതിയിട്ടുണ്ടേ. ഇതിപ്പോ കൊടുത്തോ. ശരി. വേദനയൊക്കെ കുറഞ്ഞില്ലേ? അപ്പച്ചാ, ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, എഴുന്നേറ്റേ. എന്റെ അപ്പച്ചന്റെ അതേ പ്രായ. വിഷമിക്കണ്ടാട്ടോ, വേഗം മാറുവേ. കഴിഞ്ഞു. ഇഞ്ചക്ഷൻ എടുത്ത് അറിഞ്ഞില്ലല്ലോ. അപ്പച്ചനെ ദൈവം അനുഗ്രഹിക്കും കേട്ടോ. ഒരു ലോറി ക്രോസ് ചെയ്തതാ. റോഡിലെ ചെളി മുഴുവൻ മേത്തായി. ഒന്ന് കുളിക്കണം. മീരയ്ക്ക് വിശേഷമൊന്നുമില്ലല്ലോ? ഉണ്ട്. ഒരു വിശേഷം ചോദിക്കാനുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഭർത്താവും കൂടി ഇവിടെ വന്നപ്പോൾ സിസ്റ്റർ എന്നെ ആദ്യം സ്വീകരിച്ചത് ഓർമ്മയുണ്ടോ? സിസ്റ്ററുടെ തോട്ടത്തിൽ നിന്നും പറിച്ച ഒരു വെള്ള റോസാപ്പൂവായിട്ട്. ഇവിടെ വരുന്ന എല്ലാ ഗസ്റ്റിനും അത് കൊടുക്കുമായിരുന്നെന്ന് സിസ്റ്റർ ജെയിൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്കൊരു വെള്ള റോസ് തരൂ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഉപജീവനം നേടണമെന്ന് ആദിപിതാവായ ആദത്തോട് അരുളി ചെയ്ത കർത്താവേ, അധ്വാനം നിറഞ്ഞ ഈ ദിവസത്തിന്റെ അവസാനത്തിൽ അങ്ങയോട് നന്ദി പറയുവാൻ പോട്ടം. മീരമാഡം തന്നെ ഉണ്ടാക്കിയതാ അടപ്രഥമൻ. പായസ മധുരം ഉണ്ടോ? മധുരം വേണ്ട. ഒരു ദിവസം ഷുഗർ ഒന്നും നോക്കണ്ടെന്ന് അങ്ങ് കഴിച്ചോ? ഇന്നെന്താ വിശേഷം? ഇന്ന് സ്റ്റീഫന്റെ ബർത്ത്ഡേയാ. ഇന്നേ എനിക്കൊരു അനുഭവം ഉണ്ടായി. നമ്മുടെ മഠത്തിൽ വന്ന് കള്ളു കുടിച്ച് വഴക്കുണ്ടാക്കിയ അന്തോണിയില്ലേ, അയാളെന്നെ കാണാൻ വന്നു. അയാളെ എന്നോടൊരു കൊന്ത ചോദിച്ചു. അയാളുടെ ഭാര്യയ്ക്ക് എന്തോ മാറാ രോഗ. ഭാര്യ അയാളോടൊരു കൊന്ത വാങ്ങിയിട്ട് വരാൻ പറഞ്ഞുവെന്ന്. അയാൾക്ക് ആകെ പരിചയമുള്ള സിസ്റ്റർ ഞാനാണെന്ന്. അന്ന് രാത്രിയിലെ ആ സംഭവത്തിന് ശേഷം അയാളുടെ കുടുംബത്തിന് വേണ്ടി എത്ര രാത്രികളിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നറിയോ? ഞാൻ എന്നും ചൊല്ലുന്ന, എന്നെ കന്യാസ്ത്രീ അവൻ പ്രേരിപ്പിച്ച സിസ്റ്റർ മേരി തന്ന കൊന്തയില്ലേ, ഞാൻ അയാൾക്ക് കൊടുത്തു. അത് വാങ്ങുമ്പോ അയാളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അയാൾ എന്നോട് ചോദിക്ക, കൊന്തയ്ക്ക് എത്ര വില എന്ന്. എന്റെ ദൈവത്തിന് ഞാൻ വില പറയേ? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹം ഇതിന്റെ വില എന്ന്. അയാൾ എന്റെ മുന്നിൽ കൈകൂപ്പി കണ്ണു നിറഞ്ഞു നിന്നു. ഈ മനുഷ്യരെത്ര പാവങ്ങളാ. സിസ്റ്റർ പറഞ്ഞത് ശരിയാ. നമ്മളെല്ലാവരും നമ്മുടെ ഇഷ്ടങ്ങളും നമുക്കിഷ്ടമുള്ളവരെയാ സ്നേഹിക്കണേ. ഞാനൊരു കവിത പാടട്ടെ. അഞ്ജനം ചാലിച്ചെഴുതിയൻ മിഴികൾ ഒരു മഞ്ഞുതുള്ളിയിൽ പ്രപഞ്ചം കണ്ടു. ഒരു മുൾച്ചെടിത്തുമ്പിലെ ഹിമബാഷ്പബിന്ദുവിൽ ദൈവമുണ്ടെന്നാരോ പറഞ്ഞു. ദൈവമുണ്ടെന്നാരോ പറഞ്ഞു. ശിശിരം എന്നിലകൾ പൊഴിച്ചു വിരിഞ്ഞ പൂക്കൾ സ്മൃതികളാ
വസന്തം വരില്ലെന്നോർത്തു കരഞ്ഞു വെയിലില്ലാവിയായി പൊങ്ങിയൻ കണ്ണുനീർ പുതുമഴയായി തിരിച്ചു വന്നു പെരുമഴയായി പെയ്തിറങ്ങി ആ മഴയിൽ പൊട്ടിക്കിളിർത്ത പുതുനാമ്പിന് തിരുവിലാവിൻ്റെ ചുവന്ന മുറിവിൻ്റെ ഛായ വസന്തം കരുണയായി സ്നേഹമായി ആ സിസ്റ്റർക്ക് അവിടെ സുഖമല്ലേ? എല്ലാ ആഴ്ചയിലുമുള്ള നിന്റെ ഫോണാ എനിക്കൊരാശ്വാസം. എന്നെപ്പോലെ ധാരാളം രോഗികളുണ്ട് ഇവിടെ. നിന്നെ ഒന്ന് കാണണമെന്ന് മോഹമുണ്ട്. വൈകുന്നേരം ഞാൻ